ലത്തീഫ് ഭായ്, എൻ്റെ പുറത്തുള്ള GCC കൺട്രീസിലുള്ള ഫ്രണ്ട്സൊക്കെ പറയും സൗദിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ഇവിടെ ലൈസൻസിനും പിന്നെ അതേപോലെ ഇക്കാമക്കും ടോട്ടൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്ക് എന്താണ് സൗദിയുടെ അവസ്ഥ? സൗദിയിലൊരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി അല്ലേ? സൗദിയിൽ നമ്മൾ ഈ ബിസിനസ്സിന് കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഈ സൗദി ജിയോഗ്രഫിക്കലി സൈസിൽ എത്ര ബിഗാണ് അറിയാം എനിക്ക്? ഭയങ്കര ബിഗ് സൈസിൽ വലിയ ഇതുള്ള രാജ്യമാണ്. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് സിറ്റികളുണ്ട് ബിസിനസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് പറഞ്ഞാൽ അപ്പൊ ഇനീഷ്യലി ഇപ്പൊ നമ്മളിപ്പോൾ ഒരു സർവീസ് ലൈസൻസ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഒരുമിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആകെ 38,000 റിയാലേ വരുന്നുള്ളൂ. ഈ 38,000 റിയാൽ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? സൗദി മൊത്തം നമ്മളൊരു കമ്പനിയുടെ അണ്ടറിൽ എവിടെയൊക്കെ ബിസിനസ് ഇട്ടാലും അതിന്റെ ഒക്കെ കഫീൽ സ്പോൺസർ നമ്മളാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മളിപ്പോൾ ഒരു ലൈസൻസും നമ്മുടെ കയ്യിൽ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. അപ്പം ആ ടോട്ടൽ ബിസിനസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ്, ലൈസൻസ് കോസ്റ്റ്, അങ്ങനെ നോക്കുമ്പോൾ ഇത് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ അതിന്റെ എന്താ പറയാ അത് അതിന്റെ ഗ്രോത്ത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റുള്ള ബിസിനസിന്റെ ഈ കോസ്റ്റ് എന്നുള്ളത് വളരെ മറ്റുള്ള രാജ്യത്തിനേക്കാളും കുറച്ചായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഉദാഹരണത്തിന് മറ്റുള്ള GCCയിലൊക്കെ എന്താണ് പിന്നെ ചിലപ്പോൾ ബിസിനസ് കോസ്റ്റ് കുറവായിരിക്കും, പക്ഷെ അവിടെ ഗ്രോത്ത് കുറവാണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്. എന്നാൽ സൗദിയിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ മറ്റുള്ള രാജ്യത്തിനെ അപേക്ഷിച്ച് കുറവും, പിന്നെ ബിസിനസ് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള മൾട്ടിപ്പിൾ സിറ്റിയിലേക്ക് നമ്മൾ ബിസിനസ് കൊണ്ടുപോകാൻ ഇവിടെ വളരെ എളുപ്പമാണ്.